ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. സാറിന്റെ ബ്രീത്തിങ് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഈ ശ്വാസം വായു ഒക്കെ വയറ്റിൽ പോകുന്നില്ലല്ലോ. വയറ്റിലും പോകുന്നുണ്ട്, അല്പം പോവും. ആണോ? ഭയങ്കര. എടോ താനം ദൂളത്തരവാടാ ഈ പറയുന്നത്. പോവും. ശ്വസിക്കുന്നത് എങ്ങനെ പോകും? ഏത് വഴിയിലൂടെ? ട്രക്കിയ മാത്രമല്ല, ഈ ഇതിന്റെ ആ മൈന്യൂട്ട് സെക്കൻഡിന്റെ അകത്ത് ഈ ക്രോസിംഗിൽ അല്പം പോവും. എന്ത് വിട്ടിത്തരമാണ് പറയുന്നത്? വയറിനകത്തോ? അല്പം പോവും. അല്ല, അത് തനിക്ക് എങ്ങനെ അറിയാം? ഞാൻ ജീവശാസ്ത്രം പഠിച്ചിട്ടുണ്ട് സർ, അതുകൊണ്ട്. ശരി സുധീഷ്, that's it. Okay. അല്ല, ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. അനാട്ടമി പ്രകാരം ഇടത്തെ സുഷിരമെന്നും വലത്തെ സുഷിരമെന്നും നമ്മൾ പറയുന്നത് തുറക്കുന്നത് ഒരൊറ്റ നാളിയിലേക്കല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഈ ഇടത്തും വലത്തും മാറി മാറി ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനം? ഇതല്ല ഇവിടുത്തെ ഫിസിക്കൽ ആസ്പെക്റ്റിലാണ് വീണ്ടും നിങ്ങൾ പിടിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ ഇട പിംഗ്ലാ നമ്മൾ പിടിക്കുന്നത്. കളിച്ച് കളിച്ച് ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ അന്ത്രോ. സാർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? പിന്നെ എങ്ങനെ പണയണം? ഇട പിംഗ്ലാ സുഷുമ്ന എന്ന് പറയുന്നത് ആസ്ട്രൽ ബോഡിയിലാണ്. അതെവിടെ ഇരിക്കും? ആസ്ട്രൽ ആദ്യം പറഞ്ഞ അതെവിടെ ഇരിക്കും? ഞാനിവിടെ സമാധാനം എടുത്തിട്ട് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കില്ലല്ലേ? മര്യാദ പോയില്ലല്ലോ. ആസ്ട്രൽ ബോഡിയെ പറ്റി സാർ വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? അതെവിടെ ഇരിക്കും? ഇംഗ്ലീഷിൽ സോംബിസം എന്നുള്ള വീടിന്റെ അർത്ഥം അറിയാമോ? ക്ഷമം എന്നുള്ള വീടിന്റെ അർത്ഥം അറിയാമോ? അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? യന്ത്രാൾ എന്നുള്ളതിന്റെ അറിയാമോ? സ്പെൽ എന്തുവാന്ന് അറിയാമോ? കൺജൂർ എന്നുള്ളതിന്റെ അറിയാമോ? എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. എൻ്റെ ഒരു സംശയം, സാധാരണക്കാരൊരു സംശയം, ഈ രാവിലെ ഇറങ്ങി ഒരു അരമണിക്കൂർ ഓടുന്നതും ബ്രിസ്ക് വാക്കിങ്ങും എയറോബിക് എക്സസൈസും കൊണ്ട് മാറ്റുന്നതിലും അധികം എന്താണ് നിങ്ങൾ പ്രാണായാമയിലൂടെ കൊടുക്കുന്നത് എന്നാണ്. സാർ ശരിക്കും യോഗയിൽ റിലാക്സേഷൻ ആണ്. അത് വെറുതെ ഇവിടെ ഉറങ്ങിയാൽ പോലെ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ശവാസനം പൂർണ്ണമായ റിലാക്സേഷൻ ആണോ? പതിയെ പതിയെ ശരീരത്തിന്റെ ഓരോ പാർട്ടിനെയും ഉപേക്ഷിച്ച് മാറ്റി നമ്മൾ അവരെ പഠിപ്പിക്കുന്നു. ജപ്തി ചെയ്യാൻ ബാങ്കുകാർ കാത്തു നിൽക്കുമ്പോ ശവാസനം നടക്കുമോ സാറേ? എന്നെ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. എന്റെ മുമ്പിൽ കണ്ടുപോയി